കൊച്ചി നഗരം. പകലിന്റെ ചൂടും തിരക്കും കഴിഞ്ഞ സമയം. നഗരം വിശ്രമത്തിലേക്ക് വഴുതി വീഴുന്നു. സമയം രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. MG റോഡിലെ തെരുവുവിളക്കുകൾ മിന്നിമറയുന്നു. എങ്കിലും ഇടവഴികളിൽ ഇരുട്ട് കനത്തു തുടങ്ങിയിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ ലൈബ്രറി. അവിടെ നിന്നു പുറത്തിറങ്ങിയപ്പോൾ അപർണയുടെ മനസ്സിൽ നാളത്തെ സെമിനാറായിരുന്നു. ചിന്തകൾ മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു. അവൾക്ക് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് വായനയെന്നാൽ ജീവവായുവാണ്. തന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. അവൾ മെയിൻ റോഡിലേക്ക് കടന്നു. തണുത്ത കാറ്റു മുഖത്തടിച്ചു. പകൽ മുഴുവൻ നീണ്ട പഠനത്തിന്റെ ക്ഷീണം. അതല്പമൊന്നു മാറി. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി വീഗാലാൻഡിന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴി. വിജനമായ ഷോർട്ട്കട്ട് റോഡിലൂടെ അവൾ വണ്ടി തിരിച്ചു. സാധാരണ ആ വഴിയിലൂടെ പോകാറില്ല. ഇന്നൽപ്പം വൈകി, അതുകൊണ്ട് വേഗത്തിൽ വീട്ടിലെത്താമെന്നവൾ കരുതി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഇരുട്ടിൽ നിന്ന് ഒരു പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു വന്നു. അവളുടെ സ്കൂട്ടറിനു കുറുകെ നിർത്തി. സഡൻ ബ്രേക്കിട്ട് അവൾ വണ്ടി നിർത്തി. ഭയം കൊണ്ട് അവളുടെ നെഞ്ചുമിടിച്ചു. ജീപ്പിൽ നിന്ന് 2 പോലീസുകാരിറങ്ങി വന്നു. അഴിമതിക്ക് കുപ്രസിദ്ധനായ SI വർഗീസ്, ഒപ്പം അയാളുടെ വിശ്വസ്തനായ സിവിൽ പോലീസ് ഓഫീസർ ദാസനും. വർഗീസിന്റെ യൂണിഫോം അലസമായിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത നിഴലിച്ചിരുന്നു. ദാസൻ കയ്യിലുണ്ടായിരുന്ന ലാത്തി സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് വെച്ചു. അവിടെ ശക്തിയായി അമർത്തി. എന്താടി, വണ്ടിക്ക് ഹെഡ്ലൈറ്റ് കത്തുന്നില്ലല്ലോ? രാത്രിയാണെന്ന് വിചാരമില്ലേ? വർഗീസ് ഗൗരവത്തിൽ ചോദിച്ചു. അപർണ അമ്പരന്നുപോയി. അവരുടെ സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു തന്നെയായിരുന്നു. അത് അങ്ങനെ തന്നെയായിരുന്നു ഇരുന്നത്. റോഡിലെ വെളിച്ചത്തിൽ അത് വ്യക്തമായിരുന്നു. സർ, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നോക്കൂ. അവൾ വിറയ്ക്കുന്ന കൈകളോടെ സ്വിച്ച് ഓഫ് ചെയ്തു, വീണ്ടും ഓൺ ചെയ്തു കാണിച്ചു. ദാസൻ പരിഹാസത്തോടെ ചിരിച്ചു. ഓ, നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരുന്നോ? നിന്റെ വണ്ടിയുടെ വെളിച്ചം കുറവാണ്. അതു വലിയ കുറ്റമാണ്. സാർ, ഇത് പുതിയ വണ്ടിയാണ്. ഇതിന് യാതൊരു കുഴപ്പവുമില്ല. അപർണ ശബ്ദമുയർത്തി പറയാൻ ശ്രമിച്ചു. കൂടുതൽ വർത്തമാനം വേണ്ട. വർഗീസ് അടുത്തുവന്ന് അസഭ്യം കലർന്ന ഭാഷയിൽ ആക്രോശിച്ചു. സ്റ്റേഷനിലേക്ക് വണ്ടിയെടുക്കണം. കേസായാൽ കോടതിയും വക്കീലുമായി നടക്കാം. അല്ലെങ്കിൽ 5000 രൂപ ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാം. അപർണയുടെ ഉള്ളിൽ ഭയത്തേക്കാൾ കൂടുതൽ ദേഷ്യം വന്നു. അതങ്ങ് നുരഞ്ഞു പൊങ്ങി. ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ് അവൾ. അവൾക്ക് 5000 രൂപ വലിയ തുകയാണ്. അതിലുപരി ചെയ്യാത്ത തെറ്റിന് കൈക്കൂലി നൽകാൻ അവൾക്ക് കഴിയില്ല. അവളുടെ മനസാക്ഷി അതിന് അനുവദിച്ചില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കൈക്കൂലി തരില്ല, അവൾ ധൈര്യത്തോടെ പറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു. വർഗീസിന്റെ മുഖമിരുണ്ടു. അഹങ്കാരി, നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദാസൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. നടുറോഡിൽ വെച്ച് ആരുമില്ലാത്ത തക്കം നോക്കി അവർ അവളെ അസഭ്യം പറഞ്ഞു. അവളെ കയ്യേറ്റം ചെയ്തു. ബലമായി അവളുടെ സ്കൂട്ടറിന്റെ താക്കോൽ പിടിച്ചു വാങ്ങി. നീ നടന്നുപോടി വീട്ടിലേക്ക്. വണ്ടി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എടുക്കുക, വർഗീസ് പറഞ്ഞു. എന്നാൽ അവർ വണ്ടി സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയത്, മട്ടാഞ്ചേരിയിലെ അവരുടെ രഹസ്യ താവളമായ പഴയൊരു ഗോഡൌണ്ടിലേക്കാണ്. പക്ഷെ അത് അപർണയ്ക്ക് മനസ്സിലായില്ല. അപമാനഭാരത്താൽ തളർന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് അപർണ വിജനമായ റോഡിലൂടെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടി. വീട്ടിലെത്തിയതും അവൾ വാതിലടച്ചു കുറ്റിയിട്ടു. കരച്ചിലടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മുറിയിൽ കയറി അവൾ ഫോണെടുത്തു. കോണ്ടാക്ട് ലിസ്റ്റിൽ ഏട്ടൻ എന്ന പേര് തിരഞ്ഞു. നീ പേടിക്കണ്ട, ഞാൻ വരുന്നുണ്ട്. അർജുൻ ഫോൺ കട്ട് ചെയ്തു. അവൻ ഉടൻ തന്നെ ബൈക്കുമെടുത്തു. അപർണയുടെ ഹോസ്റ്റലിലേക്കല്ല പോയത്, അവൾ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. അവിടെ എത്തി അവളെയും കൂട്ടി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവളുടെ കൈകളിലെ മുറിവുകൾ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം പ്രതികാരത്തിന്റെ കനൽ അവിടെ ആളിക്കട്ടി. ഡോക്ടർമാരോട് കാര്യങ്ങൾ സംസാരിച്ച ശേഷം അർജുൻ പുറത്തിറങ്ങി. ആകാശം നോക്കി അവനൊന്ന് നെടുവീർപ്പിട്ടു. എന്റെ പെങ്ങളെ കരയിപ്പിച്ചവരാരും ഇനി സമാധാനത്തോടെ ഉറങ്ങില്ല. സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ കവാടം കടന്നു. അപ്പോൾ അർജുന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. പാതിരാത്രിയോടടുത്തിട്ടും സ്റ്റേഷൻ ഉറങ്ങിയിരുന്നില്ല. പരാതികളും തൊണ്ടിമുതലുകളും ലാത്തികളും നിറഞ്ഞ കെട്ടിടം. അതിനൊരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. ഭയത്തിന്റെയും അധികാരത്തിന്റെയും ഗന്ധം. വരാന്തയിലെ ബെഞ്ചിൽ തല താഴ്ത്തിയിരിക്കുന്ന ചിലർ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉറക്കം തൂങ്ങിയ കോൺസ്റ്റബിൾമാർ.
വയർലെസ് സെറ്റിൽ നിന്നുള്ള അവ്യക്തമായ ശബ്ദങ്ങൾ. അർജുൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ ലക്ഷ്യം സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ നേരെ റിസപ്ഷനിലേക്ക് നടന്നു. എസ്എച്ച്ഒ എവിടെ? ശബ്ദത്തിൽ അധികാരമുണ്ടായിരുന്നു. ഉറക്കം തൂങ്ങിയിരുന്ന കോൺസ്റ്റബിൾ ഞെട്ടി തലയുയർത്തി. മുന്നിൽ നിൽക്കുന്ന 6 അടി പൊക്കമുള്ള യുവാവ്. തീക്ഷ്ണമായ കണ്ണുകളുള്ള യുവാവ്. അയാളെ കണ്ടപ്പോൾ കോൺസ്റ്റബിളിന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ തോന്നി. സർ അകത്തുണ്ട്. പക്ഷേ ഡിവൈഎസ്പി ചന്ദ്രശേഖരം സാറും അവിടെയുണ്ട്. മീറ്റിംഗ് ആണ്. നന്നായി, അർജുൻ പറഞ്ഞു. അവൻ നേരെ എസ്എച്ച്ഒയുടെ മുറിയിലേക്ക് നടന്നു. വാതിലിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത് എന്ന ബോർഡ് തൂങ്ങിക്കിടന്നിരുന്നു. അത് വകവയ്ക്കാതെ അർജുൻ വാതിൽ തള്ളി തുറന്നു. AC മുറിയുടെ തണുപ്പ്. വലിയൊരു തേക്കുമേശയ്ക്ക് പിന്നിൽ ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. യൂണിഫോമിന്റെ ബട്ടണുകൾ അഴിച്ചിട്ടിരുന്നു. കാലുകൾ മേശപ്പുറത്ത് കയറ്റിവെച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അയാൾ, ചുണ്ടിലൊരു ചിരിയോടെ. ആരോടോ ബിസിനസ് സംസാരിക്കുന്ന ലാഘവം. അർജുൻ അകത്തേക്ക് കടന്നത് അയാൾ ശ്രദ്ധിച്ചു. പക്ഷെ ഫോൺ സംഭാഷണം നിർത്തിയില്ല. അർജുൻ ക്ഷമയോടെ കാത്തുനിന്നു. മിനിറ്റുകൾ കഴിഞ്ഞു. ചന്ദ്രശേഖരൻ മനഃപൂർവ്വം അവനെ അവഗണിക്കുകയാണെന്ന് വ്യക്തമായിരുന്നു. ഒടുവിൽ ഫോൺ കട്ട് ചെയ്ത് അയാൾ അർജുനെ നോക്കി. കണ്ണുകളിൽ പുച്ഛം നിറഞ്ഞുനിന്നു. ആരാ താൻ? മര്യാദയ്ക്ക് വാതിലിൽ മുട്ടിയിട്ട് കയറിവരാനായില്ലേ? ചന്ദ്രശേഖരൻ ഗർജിച്ചു. ഞാൻ ക്യാപ്റ്റൻ അർജുൻ നായർ, ഇന്ത്യൻ ആർമി. മര്യാദകൾ പഠിപ്പിക്കുന്നത് പോലീസുകാരാണെങ്കിൽ അതാദ്യം സ്വന്തം ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം. അർജുൻ തിരിച്ചടിച്ചു. ചന്ദ്രശേഖരൻ കാലുകൾ താഴെയിട്ടു. കസേരയിൽ നിവർന്നിരുന്നു. എന്താ കാര്യം? പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിവിടെ ഷൂ കാണിക്കാൻ നിൽക്കണ്ട. ഇന്നു വൈകിട്ട് എന്റെ സഹോദരി അപർണയെ തടഞ്ഞു നിർത്തി. നിങ്ങളുടെ സ്റ്റേഷനിലെ SI വർഗീസും CPO ദാസനും ചേർന്നാണ് അത് ചെയ്തത്. അവർ നടുറോഡിൽ വെച്ച് അവളെ അപമാനിച്ചു. കൈക്കൂലി ആവശ്യപ്പെട്ടു. അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ അവളെ കയ്യേറ്റം ചെയ്തു. വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെനിക്ക് മറുപടി വേണം. ചന്ദ്രശേഖരൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പരിഹാസത്തോടെ ചിരിച്ചു. ഓ, ആ സ്കൂട്ടർ കേസാണോ? ഹെൽമറ്റ് വെക്കാതെ ലൈറ്റില്ലാതെ വണ്ടിയൊടിച്ചു വന്ന ആ പെൺകുട്ടി. പോലീസുകാരത് തട്ടിക്കയറിയതിന് വണ്ടി പിടിച്ചെടുത്തു. അത്രയുള്ളൂ. നുണ പറയരുത് സർ, അർജുൻ ശബ്ദമുയർത്തി. വണ്ടിക്ക് ലൈറ്റുണ്ട്. അവൾക്ക് ലൈസൻസുമുണ്ട്. കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ റോഡിലിട്ട് ഉപദ്രവിക്കുന്നത് ഏത് നിയമത്തിലാ ഉള്ളത്? അവളുടെ വണ്ടി എവിടെ? അതെന്താ സ്റ്റേഷൻ റെക്കോർഡിൽ ഇല്ലാത്തത്? ചന്ദ്രശേഖരന്റെ മുഖം ഇരുണ്ടു. അർജുൻ ചോദിക്കുന്നത് കൃത്യമായ ചോദ്യങ്ങളാണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ അഹങ്കാരം അയാളെ വിട്ടില്ല. നോക്ക് ക്യാപ്റ്റൻ, ചന്ദ്രശേഖരൻ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. ഇതൊക്കെ ലോക്കൽ പോലീസിന്റെ കാര്യമാണ്. നിങ്ങൾ പട്ടാളക്കാർ അതിർത്തിയിൽ തോക്കും പിടിച്ചു നിന്നാൽ മതി. സിവിൽ കാര്യങ്ങളിൽ ഇടപെടാൻ വരേണ്ട. ആ കുട്ടിയുടെ വണ്ടി കിട്ടണമെങ്കിൽ നാളെ വരണം. 10,000 രൂപ പിഴയടയ്ക്കാൻ പറയണം. അല്ലെങ്കിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് അവളുടെ പേരിലും സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയതിന് നിന്റെ പേരിലും ഞാൻ കേസെടുക്കും. അർജുൻ മേശയിലിരുന്ന പേപ്പർ വെയ്റ്റ് കൈയിലെടുത്തു. അവന്റെ കൈകളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അതിർത്തിയിൽ ഞങ്ങൾ തോക്കും പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് സാർ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ സുഖമായിരുന്ന് അഴിമതി നടത്താൻ പറ്റുന്നത്. സ്വന്തം നാട്ടിലെ പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറയുന്ന നിങ്ങളാണോ നിയമപാലകർ? ഡാ, ചന്ദ്രശേഖരൻ എഴുന്നേറ്റു. എന്റെ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അർജുൻ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ അഗ്നിയുണ്ടായിരുന്നു. ഇത് ഭീഷണിയല്ല സാർ, മുന്നറിയിപ്പാണ്. ആ വണ്ടി എവിടെയുണ്ടെന്ന് എനിക്കറിയാം. നിയമം നടപ്പിലാക്കാൻ കാക്കി തന്നെ വേണമെന്നില്ല. ഒരു ഇന്ത്യൻ ആർമി ഓഫീസറുടെ യൂണിഫോമിനും അതിന്റേതായ വിലയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അർജുൻ തിരിഞ്ഞു നടന്നു. നിൽക്കേടാ അവിടെ, ചന്ദ്രശേഖരൻ വിളിച്ചുകൂവി. പക്ഷേ അർജുൻ നിന്നില്ല. അവൻ പുറത്തിറങ്ങി. സ്റ്റേഷൻ വരാന്തയിൽ കൂടി നിന്ന പോലീസുകാർ ഭയത്തോടെ മാറി നിന്നു. പുറത്തിറങ്ങിയ അർജുൻ ആകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ സാക്ഷിയായിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്. ഇനി വാക്കുകളില്ല, പ്രവൃത്തികൾ മാത്രം. അർജുൻ വെറുതെ മടങ്ങുകയായിരുന്നില്ല. പുറത്തിറങ്ങിയുടൻ അവൻ തന്റെ ഫോണെടുത്തു. അവൻ വിളിച്ചത് തന്റെ യൂണിറ്റിലെ കമാൻഡിംഗ് ഓഫീസറെയാണ്. കാര്യങ്ങൾ ധരിപ്പിച്ചു. ഒപ്പം കൊച്ചിയിലെ ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ സുഹൃത്തിനെ വിളിച്ചു. വിക്രം എന്നാണ് അവന്റെ പേര്. വിക്രം, എനിക്ക് നിന്റെ സഹായം വേണം. ഇത് വ്യക്തിപരമായ കാര്യമല്ല, നാടിന്റെ കൂടി ആവശ്യമാണ്, അർജുൻ പറഞ്ഞു. അടുത്ത ഏതാനും മണിക്കൂറുകൾ അർജുൻ പോലീസുകാരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. വർഗീസും ദാസനും ആ സ്കൂട്ടർ കൊണ്ടുപോയത് സ്റ്റേഷനിലേക്കല്ല, മട്ടാഞ്ചേരിയിലെ പഴയൊരു ഗോഡൌണിലേക്കാണ്. അർജുൻ അത് കണ്ടെത്തി. അവിടെ കള്ളക്കടത്ത് സാധനങ്ങളും തൊണ്ടിമുതലുകളും സൂക്ഷിച്ചിരുന്നു. അതവരുടെ രഹസ്യ സങ്കേതമായിരുന്നു. രാത്രി 12 മണി. മട്ടാഞ്ചേരിയുടെ ഇടുങ്ങിയ പെരുവുകൾ ഉറക്കത്തിലായിരുന്നു. പഴയ മസാലകളുടെ ഗന്ധം തളംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷം.
അർജുൻ തന്റെ ബൈക്ക് ദൂരെ നിർത്തി. മതിലിനരികിലൂടെ നിഴൽ പോലെ നീങ്ങി. അകത്ത് വർഗീസും ദാസനുമുണ്ടായിരുന്നു. പിന്നെ ഡിവൈഎസ്പി ചന്ദ്രശേഖരനുമുണ്ടായിരുന്നു. അവർ പിടിച്ചെടുത്ത മുതലുകൾ വീതിക്കുന്ന തിരക്കിലായിരുന്നു. ഒപ്പം കുറച്ച് ഗുണ്ടകളും അവർക്ക് കാവലായി ഉണ്ടായിരുന്നു. ആ പട്ടാളക്കാരൻ ചെക്കൻ വിചാരിച്ചാൽ നമ്മളെ എന്ത് ചെയ്യാനാ? അവനെ നാളെ കള്ളക്കേസിൽ കൊടുക്കണം, വർഗീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ഗോഡൌണിന്റെ ഇരുമ്പുവാതിൽ തകർന്നു വീണത്. പൊടിപടലങ്ങൾ ഉയർന്നു. അതിനിടയിലൂടെ ഒരു കൊടുങ്കാറ്റുപോലെ അർജുൻ അകത്തേക്ക് കടന്നുവന്നു. ആരടാ? ഗുണ്ടകളിലൊരാൾ അർജുന്റെ നേരെ പാഞ്ഞുചെന്നു. ഒരു നിമിഷം അർജുന്റെ കൈ കാറ്റിൽ പറന്നു. ഗുണ്ട തെറിച്ചുപോയി. ഭിത്തിയിൽ ഇടിച്ചു വീണു. പോലീസുകാർ സ്തംഭിച്ചുപോയി. അവർ തോക്കെടുക്കാൻ ശ്രമിച്ചു. എങ്കിലും പരിശീലനം സിദ്ധിച്ച ഒരു കമാൻഡോയുടെ വേഗത, അതിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. വർഗീസിന്റെ മുഖത്ത് അർജുന്റെ ഇടി വീണു. ചോര തെറിച്ചു. ദാസനെ അവൻ തൂക്കിയെടുത്ത് മരപ്പെട്ടികൾക്ക് മുകളിലേക്കെറിഞ്ഞു. ഇത് യൂണിഫോം ഇട്ടതിന്റെ ഹുങ്കാണെങ്കിൽ അത് അഴിച്ചുവെച്ചിട്ട് വാടാ, അർജുൻ ഗർജിച്ചു. ചന്ദ്രശേഖരൻ തന്റെ സർവീസ് റിവോൾവർ എടുത്തു. അർജുന് നേരെ ചൂണ്ടി. നീ തീർന്നടാ. എന്നാൽ കാഞ്ചി വലിക്കു മുമ്പ് ഗോഡൌണിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഹാൻഡ്സ് അപ്പ്, ആന്റി കറപ്ഷൻ ബ്യൂറോ. വിക്രമിന്റെ നേതൃത്വത്തിലുള്ള ACB സംഘം, അർജുന്റെ സഹായത്തിനെത്തിയ ഒരു കൂട്ടം സൈനികരും. അവരവിടേക്ക് ഇരച്ചുകയറി. അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ ചന്ദ്രശേഖരൻ തകർന്നുപോയി. മയക്കുമരുന്ന് മാഫിയയുമായി പോലീസ് ഉന്നതർക്ക് ബന്ധം, ഡിവൈഎസ്പി ഉൾപ്പെടെ അറസ്റ്റിൽ എന്ന തലക്കെട്ട് മിന്നിമറഞ്ഞു. മട്ടാഞ്ചേരിയിലെ ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരിമരുന്ന്, അതിന്റെ മൂല്യം കോടികളായിരുന്നു. മോഷണമുതലുകളും ജനങ്ങളെ സ്തബ്ധരാക്കി. കേരളക്കാരെയാകെ ഉറ്റുനോക്കിയ വിചാരണ എറണാകുളം സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. കോടതി പരിസരം ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു. പോലീസുകാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ച, അത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. പ്രതിഭാഗത്തിനുവേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് മേനോനായിരുന്നു. ക്രിമിനൽ കേസുകളിൽ വമ്പൻ സ്രാവുകളെ രക്ഷിച്ചെടുക്കുന്നതിൽ പേരുകേട്ട വക്കീൽ. പ്രോസിക്യൂഷനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായി. അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മിയായിരുന്നു അത്. വിചാരണയുടെ ആദ്യ ദിവസങ്ങൾ അഡ്വക്കേറ്റ് മേനോൻ സാക്ഷികളെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചു. അപർണയെ വിസ്തരിക്കാൻ വിളിച്ചു. അപ്പോൾ കോടതിമുറിയിൽ നിശബ്ദത പടർന്നു. കുട്ടി ആ രാത്രിയിൽ എന്തിനാണ് ആ വിജനമായ റോഡിലൂടെ പോയത്? അവിടെ എന്തെങ്കിലും ഇടപാടിന് പോയതാണോ? മേനോന്റെ ചോദ്യം അപർണയെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. അപർണ ഒരു നിമിഷം വിറച്ചു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വർഗീസും ദാസനും പരിഹാസത്തോടെ അവളെ നോക്കി. അർജുൻ ഗ്യാലറിയിലിരുന്ന് മുഷ്ടി ചുരുട്ടി. പക്ഷേ അപർണ പതറിയില്ല. അവൾ ജഡ്ജിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ പോയത് എന്റെ വീട്ടിലേക്കാണ്. ഏതു റോഡിലൂടെയും ഏതു സമയത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതിവിടെ ഒരു ഇന്ത്യൻ പൗരനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പോലീസ് യൂണിഫോമിട്ട ഗുണ്ടകൾക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി വഴിമാറി നടക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? അപർണയുടെ ആ മറുപടിയിൽ കോടതിയിൽ ചെറിയൊരു മർമ്മരമുണ്ടായി. മേനോൻ അടുത്ത അടവു പുറത്തെടുത്തു. ഇതൊക്കെ പട്ടാളക്കാരനായ സഹോദരൻ കെട്ടിച്ചമച്ച കഥകളാണെന്ന് ഞങ്ങൾക്കറിയാം. അയാളുടെ ഈഗോ ക്ലാഷിന്റെ ഇരകളാണ് എന്റെ കക്ഷികൾ. എന്നാൽ ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീണു. പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി. ഗോഡൌണിലെ റെയ്ഡിന്റെ വീഡിയോ ദൃശ്യങ്ങൾ, ചന്ദ്രശേഖരന്റെ ഫോൺ സംഭാഷണങ്ങൾ, പിടിച്ചെടുത്ത മയക്കുമരുന്ന്, ഇവയെല്ലാം അനിഷേധ്യമായ തെളിവുകളായിരുന്നു. അവസാനമായി അർജുൻ സാക്ഷിപ്പട്ടികയിൽ കയറി. ക്യാപ്റ്റൻ, നിങ്ങൾ നിയമം കയ്യിലെടുക്കുകയായിരുന്നില്ലേ? മേനോൻ ചോദിച്ചു. അല്ല, അർജുൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിയമം സംരക്ഷിക്കേണ്ടവർ അത് ലംഘിക്കുമ്പോൾ ഒരു പൗരനെന്ന നിലയിലും സൈനികനെന്ന നിലയിലും ഇടപെടേണ്ടത് എന്റെ കടമയാണ്. ഞാൻ അവരെ ആക്രമിച്ചില്ല. അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. വാദം പൂർത്തിയായി. വിധി പറയുന്ന ദിവസം കോടതിക്കു പുറത്ത് ജനസാഗരം. ജസ്റ്റിസ് രാമചന്ദ്രൻ വിധിന്യായം വായിച്ചു തുടങ്ങി. സമൂഹത്തിന് മാതൃകയാകേണ്ട ഉദ്യോഗസ്ഥർ, അവർ അധികാരം ദുരുപയോഗം ചെയ്തു. ക്രിമിനലുകളായി മാറി. അത് അതീവ ഗൗരവകരമാണ്. കാക്കി യൂണിഫോം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ അവരെ കൊള്ളയടിക്കാനുള്ള ലൈസൻസല്ല. അപർണ എന്ന പെൺകുട്ടിയുടെ ധൈര്യത്തെ കോടതി അഭിനന്ദിക്കുന്നു. ക്യാപ്റ്റൻ അർജുന്റെ ഇടപെടലിനെയും കോടതി അഭിനന്ദിക്കുന്നു. ജഡ്ജി പേന താഴെവെച്ചു. 1-ാം പ്രതി ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ, 2-ാം പ്രതി SI വർഗീസ്, 3-ാം പ്രതി CPO ദാസൻ. ഇവർക്ക് 15 വർഷത്തെ കഠിന തടവ്, 5 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. കൂടാതെ ഇവരെ സർവീസിൽ നിന്ന് ഉടനടി പിരിച്ചുവിടാനും ഉത്തരവിടുന്നു. കോടതിമുറിയിൽ ഹർഷാരവം മുഴങ്ങി. വർഗീസും ദാസനും തളർന്നുവീണു. ചന്ദ്രശേഖരൻ തല താഴ്ത്തി.
പുറത്തിറങ്ങിയ അർജുനെയും അപർണയെയും ജനങ്ങൾ പൊതിഞ്ഞു. ക്യാമറകൾ മിന്നിമറഞ്ഞു. ഇതൊരു വ്യക്തിപരമായ വിജയമല്ല, അർജുൻ മൈക്കിലൂടെ പറഞ്ഞു. ഇത് ഓരോ പെൺകുട്ടിക്കും വേണ്ടിയുള്ള വിജയമാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ മടിക്കുന്ന ഓരോ പൗരനും വേണ്ടിയുള്ള വിജയമാണ്. അന്നു വൈകുന്നേരം കൊച്ചി മറൈൻ ഡ്രൈവ്. അവിടെ ബെഞ്ചിലിരുന്ന് അസ്തമയ സൂര്യനെ നോക്കി. അപ്പോൾ അപർണയുടെ മനസ്സ് ശാന്തമായിരുന്നു. ഏട്ടാ, പേടിയാവുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഏതിന്? അർജുൻ ചിരിച്ചു. ഇനി ആരെങ്കിലും? ഇല്ല അപ്പോ, നമ്മൾ കത്തിച്ച ഈ തീ അത്ര പെട്ടെന്നൊന്നും അണയില്ല. തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ ഒരാളെങ്കിലുമുണ്ടെങ്കിൽ അവിടെ നീതിയുണ്ടാകും. കടലിൽ നിന്ന് വീശുന്ന കാറ്റിൽ പുതിയൊരു പ്രതീക്ഷയുടെ ഗന്ധമുണ്ടായിരുന്നു.